പരിശുദ്ധ ഹജ്ജ് യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞ ഏതാണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള നല്ലൊരു ശതമാനം ഹാജിമാർ മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് നാം ഉള്ളത്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് എന്നുള്ളത് പുതിയ ഒരു വിഷയമല്ല. 4000 വർഷത്തിലധികം പഴക്കമുള്ള മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട് കാലവും നാഗരികതകളും ലോകവും ഒക്കെ കടന്ന് മനുഷ്യ സമൂഹം ഏറ്റെടുത്ത ഒരു ആരാധനാകർമ്മമാണ് പരിശുദ്ധ ഹജ്ജ് എന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ധാരാളം ഖുത്ബകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നമ്മുടെ വായനകളിലൂടെയും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹജ്ജ് യാത്രയിൽ ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജൻ മബ്റൂറൻ, അതല്ലെങ്കിൽ നവൈത്തുൽ ഹജ്ജ ലില്ലാ തുടങ്ങിയ നിയ്യത്തോടുകൂടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്ദർഭമാണ്. അതിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിക്കും. ഒരു മനുഷ്യൻ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞത് മുതൽ അയാളുടെ യാത്രയിൽ, അയാളുടെ നടത്തത്തിൽ, അയാളുടെ ഇരുത്തത്തിൽ, അയാളുടെ കിടപ്പിൽ പരസ്പരം സംഘങ്ങൾ കണ്ടുമുട്ടുമ്പോഴെല്ലാം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കഅബാലയം കൺവെട്ടത്ത് കാണുന്നത് വരെ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് വെച്ച ഒരു മനുഷ്യൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്നിങ്ങനെ ആവർത്തിച്ച് തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ചില ചിഹ്നങ്ങൾ തേടിയുള്ള യാത്രയാണ്. പരിശുദ്ധ കഅബാലയം കാണാനുള്ള യാത്രയാണ്. ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കഅബാലയം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, 200 കോടി വരുന്ന മുസ്ലിം സമൂഹം, അവർ ലോകത്ത് ഏത് ഭൂമിയിലായിക്കോട്ടെ 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയങ്ങളിൽ അവർ തിരിഞ്ഞു നിൽക്കുന്നത് ആ കഅബാലയത്തിലേക്കാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വലതുവശം ചരിഞ്ഞാൽ അവരുടെ മുഖം ലഭിക്കുന്നത് ആ കഅബാലയത്തിന്റെ ദിശയിലാണ്. മരണാസന്നനായ മനുഷ്യനെ തിരിച്ചു കിടത്തുന്നത് ആ കഅബാലയത്തിന്റെ ദിശയിലാണ്. പലരും നേരെ കഅബാലയം കണ്ടിട്ടില്ല, കഅബാലയത്തിന്റെ ഭിത്തിയിലോ പില്ലയിലോ സ്പർശിച്ചിട്ടില്ല. പക്ഷെ ആ കഅബാലയവുമായി ഒരു ബന്ധം സത്യവിശ്വാസി അവന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ആ കഅബാലയം കാണുകയാണ് ഹജ്ജിന് പോകുന്ന മനുഷ്യന്റെ ലക്ഷ്യം അല്ല. കഅബാലയം കാണുക എന്നുള്ളത് ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ ശിആറുകൾ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ കാണുക എന്നത് ഭാഗ്യമാണ്. ഞാൻ ഈ കഅബാലയം കാണുമ്പോൾ ആ കഅബാലയത്തിനപ്പുറം ആ കഅബാലയത്തിന്റെ റബ്ബിനെയാണ് എനിക്ക് കാണാനുള്ളത്. അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ നടന്നു നീങ്ങിയ മണ്ണിലൂടെ ഞാൻ നടന്നു നീങ്ങുമ്പോൾ അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. സഫയും മർവയും ഞാൻ കാണുമ്പോൾ ആ സഫയെയും മർവയെയും ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നമാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. മിനയിലും മുസ്ദലിഫയിലും അറഫയിലും എല്ലാ ഇടങ്ങളിലും ഞാൻ അറഫയുടെ റബ്ബിനെ കാണണം, മിനയുടെ നാഥനെ കാണണം. അഥവാ ശിആറുകൾക്കപ്പുറം, ചിഹ്നങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറം ആ അടയാളം പഠിപ്പിച്ച ഒരു റബ്ബ്. ആ റബ്ബ് പറയുകയാണ്, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ഭൂമിയിലെ ആദ്യത്തെ ഭവനം അത് ദേവാലയമാണ്. ഭൂമിയിലെ ആദ്യത്തെ ഭവനം ഏകദൈവാരാധനയുടേതാണ്. അല്ലാഹുവല്ലാത്ത ബാക്കി എല്ലാത്തിനെയും നിരാകരിക്കാൻ, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്ന് സ്ഥാപിക്കാൻ ഭൂമിയിൽ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട സൗധം
അത് ഏകദൈവാരാധനയുടെ കേന്ദ്രമായ പരിശുദ്ധ കഅബാലയമാണ്. പക്ഷെ ആ പരിശുദ്ധ കഅബാലയം നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല, അള്ളാഹു ഒരു ലക്ഷ്യം അതിന് തീരുമാനിച്ചു. ഹജ്ജിന് പോകുന്ന മനുഷ്യന്റെ ലക്ഷ്യം കഅബാലയം കാണുകയാണ്, കഅബാലയത്തിന്റെ റബ്ബിനെ കാണുകയാണ്. കാരണം ആ റബ്ബിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഭൂമിയിലെ സകലമായ ചരാചരങ്ങളുടെയും അടിസ്ഥാന ആവശ്യം അതാണ്, മനുഷ്യന്റെ മാത്രമല്ല. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, വിശപ്പിൽ നിന്ന് ആഹാരം നൽകിയത് അല്ലാഹുവാണ്. ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുന്നതും അല്ലാഹുവാണ്. ഇത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. അവിടെ ഖുറൈശികളെ പരാമർശിക്കുന്നിടത്താണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അത് മനുഷ്യരോടാണ്. മനുഷ്യന്റെ മാത്രം ആവശ്യമല്ല വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നത്, നിർഭയത്വത്തോടുകൂടി സുരക്ഷിതമായി ജീവിക്കുക എന്നത് മനുഷ്യന്റെ മാത്രം ആവശ്യമല്ല, എല്ലാ ജീവജാലങ്ങളുടേതുമാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളെയും ഈ ഭക്ഷണവും സുരക്ഷിതത്വവും നൽകിയ റബ്ബ്, ആ റബ്ബാണ് ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ നാഥൻ. ഫലിയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ റബ്ബിന് അവർ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത്, ആ റബ്ബ് പറയുകയാണ്, ഇന്ന അവ്വല ബൈത്തിൻ, ആദ്യത്തെ ഭവനം, വുദിഅ ലിന്നാസ്, അത് മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതല്ല. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു ഭവനമല്ല. അത് ഏതെങ്കിലും ഒരു രാജ്യത്തെ നിവാസികൾക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ട ഒരു ഭവനമല്ല. അത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയോ മാത്രം സ്ഥാപിക്കപ്പെട്ടതല്ല. നിങ്ങൾ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. അത് മുസ്ലിം അമുസ്ലിം അതിന് വേർതിരിവില്ല. എന്തിനു വേണ്ടിയാണ്? ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ലല്ലദീ ബിബക്കത്ത മുബാറക, ഏറ്റവും പരിശുദ്ധമായ പവിത്രമായ പരിപാവനമായ ബക്കയിൽ ഭൂമിയിലെ ആദ്യത്തെ ഏകദൈവാരാധനയുടെ കേന്ദ്രം പടുത്തുയർത്തപ്പെട്ടത് ഹുദൽ ലിൽ ആലമീൻ, സകലമാന മനുഷ്യർക്കും ഹിദായത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പരിശുദ്ധ കഅബാലയം നമ്മുടേതാണോ? ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രാഥമികമായ പാഠമാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമസ്കാരവുമായി ബന്ധപ്പെട്ടും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഒരേ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കും. വലിയൊരു അടിസ്ഥാനമുണ്ട് അതിന്റെ പിന്നിൽ, വലിയ ഒരു സങ്കല്പമുണ്ട്. ഒരേ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുന്ന നിങ്ങൾ, ഒരേ കഅബാലയം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്ത് ഹജ്ജ് നിർവഹിക്കുന്ന നിങ്ങൾ, എത്ര തന്നെ നിങ്ങൾ ഛിന്ന ഭിന്നമായാലും നിങ്ങളുടെ ആത്മീയതയിൽ ഒരു ഐക്യമുണ്ട്. ആ ഐക്യം പറയുന്നത് അള്ളാഹു സത്യമാണ്. അള്ളാഹു സത്യമാണ്. നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ചാബല്യമില്ലാതെ കളങ്കമില്ലാതെ അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞു നിന്ന ഇബ്രാഹിമിന്റെ മില്ലത്ത് പിന്തുടരുന്നവരാണ്. ഉമ്മത്ത് മുഹമ്മദാണ് നിങ്ങൾ ഉമ്മത്ത് മുഹമ്മദാണ്. പക്ഷേ നിങ്ങളുടെ മില്ലത്ത് ഇബ്രാഹിമിന്റേതാണ്. ഇബ്രാഹിം ആരാ? നിങ്ങളുടെ വാപ്പയാണ്. മില്ലത്ത് അബീക്കും ഇബ്രാഹിമാണ്. നിങ്ങളുടെ വാപ്പയായ ഇബ്രാഹിമിന്റെ മാർഗമാണ്. അപ്പൊ ആ ഇബ്രാഹിമിന്റെ മാർഗം വരച്ച് കാണിച്ച് ഒമാകാനം നിങ്ങൾ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്തവനല്ല, അദ്ദേഹം അള്ളാഹുവിൽ പങ്കുചേർത്തവനല്ല, അദ്ദേഹം അള്ളാഹു ഏകനായ അള്ളാഹുവിന് മാത്രം വഴിപ്പെടണമെന്ന് മനുഷ്യ സമൂഹത്തോട് ആവശ്യപ്പെട്ട പ്രവാചകൻ. ആ പ്രവാചകനാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ ദേവാലയത്തിന് അള്ളാഹുവിന്റെ മാലാകമാർ അസ്ഥിവാരമിട്ടയിടത്ത് നിന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പടുത്തുയർത്തിയത്. അപ്പൊ എങ്ങനെയാണിത് മനുഷ്യർക്ക് നേർമാർഗം കാണിക്കുക? ഒരു ഭവനം അവിടെ ഇരുന്നുകൊണ്ട്, മക്കയിൽ ഇരുന്നുകൊണ്ട് ഒരു പരിശുദ്ധ കഅബാലയം ഇങ്ങനെ ലോകത്തെല്ലാ മനുഷ്യരോടും നേർമാർഗം കാണിക്കാൻ ഒരു കെട്ടിടത്തിന് കഴിയും. ഉള്ളുപൊള്ളയായ ഒരു കെട്ടിടം, 14 മീറ്റർ ഉയരമുള്ള
12-14 മീറ്ററുകൾ നീളവും വീതിയും ഒക്കെയുള്ള ഒരു ഉള്ളു പൊള്ളയായ ഒരു കെട്ടിടം എങ്ങനെ മനുഷ്യർക്ക് നേർമാർഗം കാണിക്കും? എങ്ങനെ മനുഷ്യർക്ക് നേർമാർഗം കാണിക്കുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അടുത്ത സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, ഫീഹി ആയാത്തും ബയ്യിനാത്ത്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്. ആ ഭവനത്തിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നിന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നിന്ന സ്ഥലമാണത്. ഇബ്രാഹിം വെറുതെ നിന്നതല്ലല്ലോ. ഇബ്രാഹിം ചെയ്ത പണി എന്താ? മുൻപൊരിക്കലും ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനമുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്നത് 2 ലക്ഷം കിലോമീറ്റർ അങ്ങനെ ബാബിലോണിയയിലെ, ഇറാഖിലെ ബാബിലോണിയയിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ആരംഭിച്ച ഒരു കാൽനടയുണ്ട് അദ്ദേഹത്തിന്റെ. ജോർദാനിലൂടെ, ഫലസ്തീനിലൂടെ, ഈജിപ്തിലൂടെ, യമനിലൂടെ, സിറിയയിലൂടെ, ലെബനാനിലൂടെ, സൗദി അറേബ്യയിലൂടെ, ഒമാനിലൂടെ സുദീർഘമായ 2 ലക്ഷം കിലോമീറ്ററുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ കടന്നു കഴിയുന്ന ഓരോ ഭൂമിയിലെയും മനുഷ്യരോട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. ആ സമയം അത്രയും ഭൂമിയുടെ മറ്റൊരു കോണിൽ പരിശുദ്ധ കഅബാലയത്തിന്റെ ഭാഗത്ത് മക്കയിൽ മനുഷ്യരെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മണ്ണും പ്രകൃതിയും ക്രമപ്പെടുത്തിയെടുക്കുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. 2 പ്രവാചകന്മാർ ഒരേ സമയം, 2 പ്രവർത്തനങ്ങൾ. ഒരാൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, മറ്റൊരാൾ നിന്നിടത്ത് നിൽക്കുന്നു. കാരണം വാപ്പ വിളിക്കുന്നിടത്തേക്ക് വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ട മണ്ണൊരുക്കുന്നത് മകനാണ്. ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പോകുന്ന മനുഷ്യനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ വേറെ വരും. പക്ഷെ ആ വിശദാംശത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ കഅബാലയത്തെ നമ്മളൊന്ന് പരിചയപ്പെടണം. ആ കഅബാലയത്തിൽ ഫീഹി മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നിന്ന സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഇബ്രാഹിം നിന്ന സ്ഥലമാണത്. ആ സ്ഥലം എന്തിനാണ്? ഇബ്രാഹിം നിന്ന കാലം കഴിഞ്ഞു, ഇനി അവിടെ ആര് നിൽക്കണം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളി കേട്ട് ഉത്തരം പറഞ്ഞ് കടന്നു ചെന്ന് മഖാമു ഇബ്രാഹിമിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുന്ന, തവാഫ് ചെയ്യുന്ന, സഅയ് ചെയ്യുന്ന, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന, ഉംറ നിർവഹിക്കുന്ന, പരിശുദ്ധ കഅബാലയം സന്ദർശിക്കുന്ന ഹാജിമാർ നിർവഹിക്കണം. ആ ഹാജിമാരുടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും പ്രതിനിധികളായ ഉമ്മത്ത് മുസ്ലിമ നിർവഹിക്കണം. ആ ഉമ്മത്ത് മുസ്ലിമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞു വെക്കുന്നത്, ഫീഹി മഖാമു ഇബ്രാഹിം. അവിടെ നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം കയറി നിന്ന സ്ഥലമുണ്ട്. വമൻ ദഖലഹു കാന ആമിന. ആരെങ്കിലും അതിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനായി. നമ്മൾ സാധാരണ അതിന് വിശദീകരണം പറയുക, വാപ്പയെ കൊന്ന ഒരു മനുഷ്യൻ ഓടി ഒളിക്കാൻ കഅബാലയത്തിൽ ഇടം കണ്ടെത്തിയാൽ എത്ര കൊടിയ ശത്രുവാണെങ്കിലും അവനെ കഅബാലയത്തിൽ വെച്ച് പിടിച്ചാൽ അവനെ ഉപദ്രവിക്കുകയില്ല, നിർഭയനാണ് എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മക്ക ഇവിടെ വന്നുപെട്ടവന്റെ വീടാണ്. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനോ ഇറക്കി വിടാനോ ഒരാൾക്കും അധികാരമില്ല. അത് മക്ക ഇവിടെ വന്നുപെട്ടവന്റെ വീടാണ്. അതുകൊണ്ടാണ് മക്കയിൽ മസ്ജിദുൽ ഹറമിലെ നമസ്കാരത്തിൽ യാത്രക്കാരനാണെങ്കിൽ അയാൾക്ക് ജംആക്കിയിട്ട് നമസ്കരിക്കാം, കസറാക്കി നമസ്കരിക്കാൻ അനുവാദമില്ല. വീട്ടിൽ കസറാക്കാൻ അനുവാദമില്ല, നമ്മുടെ സ്വന്തം വീട്ടിൽ. അതുപോലെ അപ്പൊ ആ മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നു, വമൻ ദഖലഹു കാന ആമിന. അതിൽ ആര് പ്രവേശിച്ചുവോ അവൻ നിർഭയനായി. എത്ര വലിയ ശത്രുവിനെയും ആ ശത്രുവും അവിടെ നിർഭയനാണ് എന്ന് നമ്മൾ സാധാരണ പറയും. പക്ഷെ അതിന് മറ്റൊരു തലം കൂടിയുണ്ട്. വമൻ ദഖലഹു, ആര് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് പ്രഖ്യാപനം നടത്തിയ ആ ഭൂമിയിലേക്ക് ആര് പ്രവേശിച്ചുവോ, ആ വിശ്വാസത്തിലേക്ക് ആര് പ്രവേശിച്ചുവോ അവൻ നരകത്തെ സംബന്ധിച്ച് നിർഭയനായി. അവൻ അല്ലാഹുവിന്റെ സുരക്ഷിതത്വത്തിലാണുള്ളത്. അപ്പൊ ലോകത്തിന്റെ ഏത് കോണിലുള്ള സത്യവിശ്വാസിക്കും നിർഭയനാകാൻ കഴിയും. കാരണം അവന്റെ മനസ്സുകൊണ്ട് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ കഅബാലയത്തിലേക്കാണ്. അവന്റെ ഓരോ നിമിഷങ്ങളും അവൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കഅബാലയത്തിലേക്കാണ്. അപ്പൊ ആ കഅബാലയം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശവും ആ കഅബാലയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരെയുള്ള പ്രവാചകന്മാർ ഉയർത്തിപ്പിടിച്ച സന്ദേശവും ആ ഒരു ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് ഒരു സത്യവിശ്വാസി കടന്നു കഴിഞ്ഞാൽ
അള്ളാഹു നൽകുന്ന സുരക്ഷിതത്വത്തിന്റെ പരിധിയിലേക്ക് അവൻ കടന്നിരിക്കുന്നു, അവൻ നിർഭയനായിരിക്കുന്നു എന്ന് നമുക്കതിനെ കുറിച്ച് വായിച്ചെടുക്കാൻ കഴിയും. നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്. വളരെ ഗൗരവത്തോടുകൂടി പറയണം. ഹജ്ജുൽ ബൈത്ത്, ഹജ്ജ് ചെയ്യുക എന്നത് വലില്ലാഹി അലന്നാസ്, ജനങ്ങളുടെ മേൽ നിർബന്ധമാണ്. ജനങ്ങൾക്ക് നിർബന്ധമാണ്. ഞാൻ മുൻപ് കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ അതിന്റെ വിശദാംശം സൂചിപ്പിച്ചു വെച്ചിരുന്നു. ജനങ്ങൾക്ക് നിർബന്ധമാണ് ഹജ്ജ് ചെയ്യുക എന്നത്. എങ്ങനെ? മനിസ്തതഅ ഇലൈഹി സബീല, ശാരീരികമായും സാമ്പത്തികമായും കഴിവും ശേഷിയുമുള്ള എല്ലാ മനുഷ്യർക്കും ഹജ്ജ് നിർബന്ധമാണ്. പിന്നെ ആകട്ടെ, പിന്നെ പോകാം, ഇന്നതൊന്ന് പൂർത്തിയാകട്ടെ, 2 കൊല്ലം കഴിയട്ടെ, 4 കൊല്ലം കഴിയട്ടെ. ആയുസിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒരു മനുഷ്യന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഹജ്ജിന് പോകല് നിർബന്ധമായിരിക്കെ പോകാതിരുന്നാൽ, വമൻ കഫറ, അങ്ങനെ നിഷേധിയാകുന്നുണ്ടെങ്കിൽ, ഫൈനല്ലാഹ അനീയുൻ ലിൽ ആലമീൻ, അള്ളാഹുവിന് അതിലൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല, അള്ളാഹുവിന്റെ ഐശ്വര്യത്തിലൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടം. നിങ്ങൾ ഹജ്ജിന് പോയാൽ നിങ്ങളുടെ കച്ചവടം ആര് നോക്കും? അത് നോക്കാൻ നിങ്ങൾ മരിച്ചു പോയാൽ ആര് നോക്കും? നിങ്ങൾ ഹജ്ജിന് പോയാൽ ആ സമയത്ത് ഉണ്ടാകുന്ന, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ടല്ലോ, ഹജ്ജിന് പോയി വന്ന ആളുകളോട് ചോദിച്ചു നോക്കുക, 40 ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്നു, നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളില്ലാത്തത് കൊണ്ട് നഷ്ടമുണ്ടായിട്ടുണ്ടോ? ഹജ്ജിന് പോയ വന്ന മനുഷ്യൻ പറയുമ്പോൾ നഷ്ടമുണ്ടായിട്ടില്ല. കാരണം അവന്റെ രക്ഷാധികാരി അള്ളാഹുവാണ്. അവൻ പുറപ്പെടുമ്പോൾ അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അള്ളാഹുവെ ഞാനൊരു യാത്രക്ക് ഇറങ്ങുകയാണ്, നിന്റെ മാർഗത്തിലാണ്. ഏതെങ്കിലും മനുഷ്യൻ വിളിച്ചിട്ടല്ലല്ലോ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് നീ വിളിപ്പിച്ചിട്ടാണ് ഞാൻ യാത്ര തിരിക്കുന്നത്. അപ്പൊ എന്റെ കുടുംബത്തിന്റെ കാര്യം നീ നോക്കണം, എന്റെ ബിസിനസിന്റെ കാര്യം നീ നോക്കണം, എന്റെ ഇന്നാലിന്റെ കാര്യങ്ങൾ നീ നോക്കണം. ഇങ്ങനെ പരമേൽപ്പിച്ചിട്ടാണ് ഈ മനുഷ്യൻ പുറപ്പെട്ടത്. പേടിച്ച് ഇതൊന്നുമില്ലാതെ പുറപ്പെട്ട മനുഷ്യനുണ്ടാവും. നാട്ടുകാരൊക്കെ പോകുന്നുണ്ട്, ബന്ധുക്കൾ പോകുന്നുണ്ട്, ഞാനും ഒന്ന് പോയി വരാം എന്ന് കരുതി പോയവൻ അവന് നഷ്ടം വരും. കാരണം അവൻ അള്ളാഹുവിൽ പരമേൽപ്പിച്ചിട്ടില്ല. അവൻ പരമേൽപ്പിച്ചിരുന്നത് എന്റെ ബിസിനസ് നോക്കാൻ എനിക്കേ പറ്റൂ എന്നാണ് അവൻ പരമേൽപ്പിച്ചിരുന്നത്. എന്റെ ബിസിനസ് നോക്കാൻ എനിക്കറിയാം, ഞാൻ പോയി കഴിഞ്ഞാൽ അതിന് നഷ്ടം വരും എന്ന് കരുതി സ്വന്തത്തിൽ പരമേൽപ്പിച്ച മനുഷ്യനുണ്ട്, അവന്റെ ബിസിനസ്സിന് നഷ്ടം വരും. അതേസമയം അള്ളാഹുവിൽ പരമേൽപ്പിച്ച മനുഷ്യന് നഷ്ടം വരുന്നില്ല. അവിടെയാണ് ഇനി ആ ലബ്ബൈക്കയിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ലബ്ബൈക്കയിലേക്ക് തിരിച്ചു വരുമ്പോ, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാഹുവെ ഞാൻ നിനക്ക് ഉത്തരം ചെയ്തു, എന്നെ വിളിച്ചിട്ടുണ്ട്. കാറ്റും കടലും കരഭൂമിയും ഒക്കെ ഏറ്റെടുത്ത ഒരു വിളി കേട്ടിട്ട് ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് വന്നത്? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയണം, നീ വിളിക്ക്, ഹജ്ജിന് വേണ്ടി വിളിച്ചോ, അവര് വരും. എവിടെ നിന്ന്? സമതലങ്ങൾ താണ്ടി, മരുഭൂമികൾ താണ്ടി, കടലിടുക്കുകൾ താണ്ടി ഈ മനുഷ്യരൊക്കെ വരും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഭയങ്കര വർത്തമാനമാണ് ഖുർആൻ പറഞ്ഞത്. ഭയങ്കര വർത്തമാനം എന്ന് പറഞ്ഞാൽ, ഒരു പ്രവാചകനോട് ഞാൻ വിളിച്ചാൽ ആര് കേൾക്കും? ഈ മൊട്ടക്കുന്നുകൾ നിറഞ്ഞു നിൽക്കുന്നിടത്തു നിന്ന് ഈ മരുഭൂമിയിൽ ഞാൻ വിളിച്ചാൽ എന്റെ വിളി ആര് കേൾക്കും? നീ വിളിച്ചോ. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ദുർഘടമായ പാതകൾ താണ്ടി, മരുഭൂമികൾ താണ്ടി, കടലിടുക്കുകൾ താണ്ടി, സമതലങ്ങൾ താണ്ടി എല്ലാം പിന്നിലുപേക്ഷിച്ചിട്ട് അവർ വന്നിറങ്ങും. ആ വരുമ്പോ അവർ പറഞ്ഞ വാക്കാണ് എന്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഞാൻ നിനക്ക് ഉത്തരം ചെയ്തു. എന്തിനാ ഞാൻ ഉത്തരം ചെയ്തെന്നറിയോ? ലബ്ബൈക ലാ ശരീക ലക്, നിനക്ക് ഒരു പങ്കാളിയും ഇല്ല എന്നാണ് ഞാൻ ഉത്തരം. നിനക്ക് ഒരു പങ്കാളിയുമില്ല, നീ ഏകനാണ്. നിന്നോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ, നിന്നോട് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ, നിനക്ക് മാത്രമേ എന്റെ ആരാധനകൾ അർപ്പിക്കാനുള്ളൂ. ലാ ശരീക ലക്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്. 3 പോയിന്റുകൾ ഉണ്ട് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ വകതിരിച്ച് മാറ്റി നിർത്തുകയാണ്. ഇന്നൽ ഹംദ, ഞാൻ എന്തിന്റെങ്കിലും പേരിൽ സ്തുതിക്കുന്നുണ്ടെങ്കിൽ പടച്ചവനെ അത് നിന്നെ മാത്രമാണ്. എനിക്ക് എന്തിന്റെങ്കിലും പേരിൽ വിധേയത്വം കാണിക്കേണ്ടതുണ്ടെങ്കിൽ, നന്ദി പറയേണ്ടതുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ്. വന്യമത്ത,
അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതാരാ? എന്നെ ഇത്രയേറെ പരിഗണിച്ചവനാരാ? ഞാൻ എന്റെ ബന്ധങ്ങൾക്ക് ഒരുപാട് പരിഗണന കൊടുക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കൾക്ക്, എന്റെ ബന്ധുക്കൾക്ക്, എന്നെക്കാൾ മുതിർന്നവർക്ക്, ഞാനുമായി ഇടപഴകുന്ന മനുഷ്യർക്കൊക്കെ ഞാൻ ഒരുപാട് പരിഗണന കൊടുക്കാറുണ്ട്. ആ മനുഷ്യരെനിക്ക് എന്താ തന്നെ? അവരെന്നെ കണ്ടപ്പോ ചിരിച്ചു, അവരെന്നോട് വിശേഷം പറഞ്ഞു, അവരെന്നെ തോളിൽ കൈയിട്ടു. ചിലപ്പോ എന്റെ ചില പ്രയാസകരമായ സന്ദർഭങ്ങളിൽ എന്നെ ഒന്ന് സഹായിച്ചു. പക്ഷെ എന്നിട്ട് ഞാൻ അവരെ വല്ലാതെ പരിഗണിച്ചു. അപ്പൊ എണ്ണി കണക്കാക്കാൻ കഴിയാത്ത അത്രയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അത്രയേറെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ച് തന്ന അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിനാണ് ലക്കൽ ഹംദ്, അള്ളാഹുവിനാണ് സ്തുതി. ആ അള്ളാഹുവിനാണ് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, ആധിപത്യവും നിനക്കാണ്, ആധിപത്യവും നിനക്കാണ്, നിനക്കാണ് ഞാൻ വിധേയപ്പെടുന്നത്, നിന്റെ കൽപ്പനയെ ഞാൻ അനുസരിക്കുന്നുള്ളൂ, നിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഞാൻ പോകുന്നില്ല, അത്ര മതി. നിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി നിന്നെ ധിക്കരിച്ചുകൊണ്ട്, നിന്നെ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. നിന്നെ ധിക്കരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നീയാണ് എനിക്ക് അനുഗ്രഹം തന്നത്. അപ്പൊ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുന്നത് വെറും ഒരു മന്ത്രമായിരുന്നില്ല നമ്മൾ പറഞ്ഞത്. ഹാജിമാരൊക്കെയും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറും ഒരു മന്ത്രമല്ല. ആ പറച്ചിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. വേണമെങ്കിൽ ഒരു മനുഷ്യനോട് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ പറയാം. പക്ഷെ ആ പറച്ചിലില്ലല്ലോ. ആ പറച്ചിൽ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അടിമയായ മനുഷ്യൻ ഇബാദുർ റഹ്മാൻ, ആ മനുഷ്യൻ ഒരു ഘട്ടത്തിൽ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ളുയൂഫുർ റഹ്മാനായി മാറണം, അള്ളാഹുവിന്റെ അതിഥിയായി മാറണം. ആ അള്ളാഹുവിന്റെ അതിഥിയായി വസ്ത്രം മാറി ഇഹ്റാമിന്റെ നിയ്യത്ത് വെക്കുന്നതോടുകൂടി ആ മനുഷ്യൻ പറയുന്ന വാക്കാണ് എന്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആ യാത്ര എവിടം വരെ, ആ പറച്ചിൽ എവിടം വരെ? പരിശുദ്ധ കഅബാലയം ഇങ്ങനെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തുക. കാരണം കൺമുന്നിൽ പരിശുദ്ധ കഅബാലയം കാണുമ്പോ മനുഷ്യ നീ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു വർത്തമാനമുണ്ട്. അല്ലാഹുമ്മ റബ്ബി സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ ബിർറൻ വ മഹാബതൻ. ഈ ഭവനം ലക്ഷ്യം വെച്ചാണ് ഞാൻ വന്നത്. ആ ഭവനത്തിലേക്കാണ് ഞാൻ യാത്ര ചെയ്തത്. പക്ഷെ ആ ഭവനം ഞാൻ കണ്ടു കഴിയുമ്പോ പറയാണ് അല്ലാഹുമ്മ റബ്ബി, എന്റെ റബ്ബേ. അപ്പൊ കഅബ കണ്ടപ്പോ നമ്മൾ വിളിച്ചത് ആരെ? അള്ളാഹുവിനെയാണ് വിളിച്ചത്. എന്റെ റബ്ബേ, സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ ബിർറൻ വ മഹാബതൻ. ഈ ഭവനത്തിന് ആദരണീയത, ഗാംഭീര്യം, സ്നേഹം, മനുഷ്യരുടെ മനസ്സിനെ ഇങ്ങനെ വലിച്ചടുപ്പിക്കുന്ന ആ ഒരു സൗഹൃദം, ഇതൊക്കെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം. വസീദു മൻ ഹജ്ജഹു വശറഫു. ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന മനുഷ്യർക്ക് ഇതൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ ഈ സൂക്തത്തിന്റെ പൊരുൾ എന്താണ് എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ ഭൂമിയിലെ ആദ്യത്തെ ഭവനം ഞാൻ പടുത്തുയർത്തിയത് പരിശുദ്ധ കഅബാലയം ഏകദൈവാരാധനയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നത് ആ ഭവനത്തിലേക്കാണ്. ആ ഭവനത്തെ കുറിച്ചൊരു ഗൗരവം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ 5 നേരം തിരിഞ്ഞു നിൽക്കുന്ന ആ ഭവനം എന്തിന് അള്ളാഹു സൃഷ്ടിച്ചു? അതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യം പറയേണ്ടതാരാ? ഓരോന്നിനും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ശരീരം പുഷ്ടിപ്പെടണം, ആസ്വദിക്കണം, ആരോഗ്യം ഉണ്ടാകണം, ഊർജം ലഭിക്കണം. ആരോഗ്യം ഉണ്ടാകണം, ഊർജം ലഭിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ. ആസ്വദിക്കലും മറ്റുമൊക്കെ വേറെ പല ലക്ഷ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. പരിശുദ്ധ കഅബാലയത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അല്ലാഹു പറയാണ് ഇന്ന അവ്വല ബൈത്തിൽ വുദിഅ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സ്ഥാപിക്കപ്പെട്ട, മുഴുവൻ ലോകത്തിനും വേണ്ടി, ഹുദൽ ആലമീൻ, എല്ലാ മനുഷ്യർക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായിട്ട് ഉയർത്തിയ ഭവനം അത് ദേവാലയമാണ്. ആ ദേവാലയമാണ് ഈ കഅബാലയം, നാം തിരിഞ്ഞു നിൽക്കുന്ന കഅബാലയം. നമ്മൾ വിചാരിച്ചത് നമ്മുടേത് മാത്രമാണ് നാം.
നമ്മൾ കരുതിയത് നമ്മുടേത് മാത്രമാണ്. നമുക്ക് ചില അംഗീകാരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് ചില അംഗീകാരങ്ങൾ അല്ലാഹു നൽകി, നമുക്ക് ചില അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകി, ചില തിരിച്ചറിവുകൾ അല്ലാഹു നൽകി. പക്ഷെ ആ തിരിച്ചറിവ് നൽകിയപ്പോ അല്ലാഹു പറയാണ്, ഈ ഭവനത്തെ ഞാൻ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഇന്നതാണ്. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതിന്റെ ലക്ഷ്യം സ്വർഗം നേടിയെടുക്കലാണ്. നിങ്ങൾ ആ ഭവനം ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നതിന്റെ ലക്ഷ്യം ആ ഭവനത്തിന്റെ റബ്ബായ എന്നെ കണ്ടുമുട്ടലാണ്, സ്വർഗം നേടിയെടുക്കലാണ്. പക്ഷെ ആ ഭവനം അവിടെ സ്ഥാപിച്ചതിന്റെ, ഞാൻ സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം അല്ലാഹു പറയുന്നു ഉലിഗലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയത്. ആര് ഈ ലക്ഷ്യം നേടിക്കൊടുക്കും? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ആ ലക്ഷ്യത്തിന് വന്നവരാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് ശേഷം ആ ലക്ഷ്യം ആര് നിർവഹിച്ചു കൊടുക്കും, ആര് നേടിക്കൊടുക്കും? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില സംഗതികളെ ഗൗരവത്തോടുകൂടി പിന്നെയും പഠിക്കേണ്ടി വരും. 5 നേരവും നമസ്കരിക്കാൻ നിൽക്കുന്ന നമ്മൾ പറയണ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ഞാൻ എന്റെ മുഖം തിരിച്ചത്, പ്രകടമായിട്ട് നമ്മൾ മുഖം തിരിച്ചത് കഅബാലയത്തിന്റെ നേരെയാണ്. പക്ഷെ പറയുന്നത് കഅബാലയത്തിന്റെ നേരെ മുഖം തിരിച്ചു എന്നല്ലല്ലോ. വജ്ജഹത്തു വജ്ഹിയ ഇലൽ കഅബ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കഅബയുടെ നേരെ ഞാൻ എന്റെ മുഖം തിരിച്ചു ഒരു തവണയെങ്കിലും ഇല്ല. അങ്ങനെ നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞത് മുഴുവൻ വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബിന്റെ നേരെ എന്നാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബിന്റെ, ആ റബ്ബിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നമ്മൾ നടത്തിയ അടുത്ത പ്രഖ്യാപനം ഇന്ന സ്വലാത്തി വ നുസുകി വ മഹിയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ് എന്റെ ജീവിതം, എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ ത്യാഗ പരിശ്രമങ്ങൾ, എന്റെ മരണം ഒക്കെ. അപ്പൊ ഈ തിരിഞ്ഞു നിന്ന് നടത്തിയ പ്രഖ്യാപനം, നേരത്തെ പറഞ്ഞ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഈ പരിശുദ്ധ കഅബ, ഇതെല്ലാം ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ഭവനത്തെ സൃഷ്ടിച്ചതിന്റെ, അല്ലെങ്കിൽ ഈ ഭവനത്തെ പടുത്തുയർത്താൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ കൽപ്പനയുടെ പിന്നിലെ വികാരം, ലക്ഷ്യം ബുലിയലിന്നാസാണ്. അത് അടിവരയിടാനുള്ളതാണ് ബുലിയലിന്നാസ്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അത് നമ്മുടേത് മാത്രമല്ല, മുസ്ലിമിന്റെ മാത്രമല്ല. ബുലിയലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി. നമുക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോ ഒമൻ ദഖലഹു കാന ആമിന, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാതയിലേക്ക് തിരിഞ്ഞു നിന്നോ, നിങ്ങൾ ആ ഒരു വിശ്വാസത്തിലേക്കും ആദർശത്തിലേക്കും നിങ്ങൾ കടന്നു വന്നോ, നിങ്ങൾ നിർഭയരായിരിക്കുന്നു. പക്ഷെ നിങ്ങൾ നിർഭയരായപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്തായിരുന്നു? ലോകത്തെ സകലമായ ചരാചരങ്ങൾക്കും അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്, എല്ലാവർക്കും ഭക്ഷണം നൽകുകയും എല്ലാവർക്കും നിർഭയത്വം നൽകുകയും ചെയ്ത ഈ പരിശുദ്ധ കഅബാലയത്തിന്റെ റബ്ബുണ്ട്. ആ റബ്ബിലേക്കായിരുന്നു നിങ്ങൾ തിരിഞ്ഞു നിന്നത്. ആ റബ്ബിന് വേണ്ടിയായിരുന്നു നിങ്ങൾ തിരിഞ്ഞു നിന്നത്. വളരെ വിശാലമായി പഠിക്കപ്പെടേണ്ട ഒരു പാഠമാണ്. ഞാൻ പറഞ്ഞത്, ഓരോ ഹജ്ജ് സന്ദർഭങ്ങളും നമ്മൾ സാധാരണ പറയില്ല, ഓരോ റമദാൻ കടന്നു വരുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ പഠനങ്ങളിലേക്ക്, നമ്മുടെ നിരീക്ഷണങ്ങളിലേക്ക്, വിലയിരുത്തലുകളിലേക്ക് കടന്നു. ഇസ്ലാമിന്റെ വിശാലത എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എഴുന്നേറ്റ് നിന്ന മണ്ണ് നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നിങ്ങൾ എവിടെയിരുന്നോ, നിങ്ങൾ ഏത് നാട്ടിലായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ വിളിച്ചത് അള്ളാഹുവിനെയാണല്ലോ. ആ അള്ളാഹുവിനെ വിളിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് പ്രവാചകന്മാരാണല്ലോ. ആ പ്രവാചകന്മാർ ചവിട്ടി നിന്ന മണ്ണുകളുണ്ടല്ലോ. ആ പ്രവാചകന്മാർ ഉയർത്തിപ്പിടിച്ച ആദർശമാണല്ലോ നിങ്ങളുടെ ജീവിതത്തെ രാഗി മിനുക്കി, ചെത്തി മിനുക്കി ഇങ്ങനെ സുന്ദരമാക്കി തന്നത്. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ ഓരോന്നിന്റെയും വില മതിക്കാനാവാത്ത അനുഗ്രഹങ്ങളെ ആസ്വദിച്ചും അനുഭവിച്ചുമാണല്ലോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിളി കേൾക്കേണ്ട ഒരു വിളിയുണ്ട്. നിങ്ങൾ മറുപടി പറയേണ്ട ഒരു വർത്തമാനം. ആ വർത്തമാനം ഈ പരിശുദ്ധ കഅബാലയം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം, പരിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യം, അള്ളാഹുവിന്റെ അംബിയാ മുർസലീങ്ങളുടെ പിന്മുറക്കാരായ ഉമ്മത്ത് മുസ്ലിമായി ഏറ്റെടുക്കുക എന്നതാണ്, മില്ലത്തെ ഇബ്രാഹിം ഏറ്റെടുക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്കിടയിൽ നിന്ന് ധാരാളം സഹോദരങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ട്, പോയി വന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. പക്ഷെ ഹജ്ജിനെ കുറിച്ച് നമ്മൾ ഇനിയും പഠിക്കണം. കാരണം ഏറ്റവും എല്ലാ അമലുകളും
അതിൽ നമസ്കാരം വരുന്നുണ്ട്, സക്കാത്ത് സാമ്പത്തിക വിനിമയം വരുന്നുണ്ട്. എല്ലാ ആരാധനകളും ഒരുമിച്ച് ചേരുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആരംഭിച്ച ഷഹാദത്ത് കലിമയിൽ നിന്ന് തുടക്കം കുറിച്ച അതിന്റെ എല്ലാ മേഖലകളും ഇങ്ങനെ ഒരു നല്ല വസന്തം പോലെ പുഷ്പിച്ചു നിൽക്കുന്ന ആരാധനാക്രമമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. സ്വന്തത്തെ കണ്ടെത്താനുള്ള, അള്ളാഹുവിനെ കണ്ടെത്താനുള്ള യാത്ര. ഓരോ ഇടങ്ങളിലും ഞാൻ ഈ കാണുന്ന അടയാളങ്ങൾക്കപ്പുറം എനിക്ക് ചുംബിക്കാനുള്ളത് ഹജറുൽ അസ്വദ് അല്ല, എനിക്ക് ചുംബിക്കാനുള്ളത് എന്റെ റബ്ബിനെയാണ്. എനിക്ക് കാണാനുള്ളത്, ഞാൻ കാണുന്ന കണ്ണ്, ഈ കഅബാലയം കാണുന്ന എന്റെ കണ്ണുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിനെ കാണണം. ഞാൻ ഈ നടത്തുന്ന തവാഫും ഞാൻ ഈ നടത്തുന്ന സഅയും ഒക്കെ എന്റെ സ്വർഗത്തിന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കാനുള്ള പ്രയാണങ്ങളാണ്. ഞാൻ അറഫയിൽ നിൽക്കുന്നത് മഹ്ശറയാണ്. ഞാൻ മിനയിൽ കിടക്കുന്നത് മഹ്ശറയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപുള്ള എന്റെ ബർസഖിയായ ജീവിതമാണ്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയുന്ന, പരിശുദ്ധ കഅബാലയത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയുന്ന ആ സന്ദേശം കേവലം ഒരു ഉള്ളുപൊള്ളയായ കെട്ടിടം ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വശീകരിച്ചു നിർത്തുന്നു എന്നതിനപ്പുറം ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിറച്ചു നിർത്തുന്നതാണ് പരിശുദ്ധ കഅബാലയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് ഹജ്ജിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ അതിഥികളായി യാത്ര ചെയ്യാനും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് ഏറ്റവും ഹൃദ്യമായി, ഏറ്റവും പൂർണ്ണമായി ഉച്ചരിക്കാനും ഒക്കെ ഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി